നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിൽ കുത്തനെ സ്വർണ്ണ നിരക്ക് കൂടുമ്പോൾ ദുബായിൽ ഏറ്റവും മിതമായ നിരക്കിൽ സ്വർണം ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ആകർഷണീയതയാണ് ദുബായിൽ നിന്നും സ്വർണം കേരളത്തിലേക്ക് വലിയ രീതിയിൽ കടത്തപ്പെടുന്നത്. പല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ പോലും സ്വർണങ്ങൾ കടത്തപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും അതെല്ലാം കൃത്യമായി കസ്റ്റംസ് ഓഫീസേഴ്സ് പിടികൂടുന്നുമുണ്ട്. ഇത്തരത്തിൽ പല കഥകളും പല വാർത്തകളുമാണ് പുറത്തേക്ക് വന്നിരുന്നത് തന്നെ. എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയുണ്ടായി. ആ വാർത്തയിലേക്ക്. ഇങ്ങനെ സ്വർണം കടത്തിയാൽ വിമാനത്താവളത്തിൽ പിടിയിലാകില്ലേ എന്ന് ചോദിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന് യാത്രക്കാരൻ നൽകിയ മറുപടിയുടെ ചുരുക്കം ഇങ്ങനെയായിരുന്നു: ഇതിലും ശേഷിയുള്ള സ്കാനിംഗ്, എക്സ്റേ സംവിധാനങ്ങളൊക്കെ ദുബായിലുണ്ട്. കള്ളക്കടത്തുകാരുടെ കയ്യിൽ തന്നെയാണ് ഇതുള്ളത്. ആ യന്ത്രം വഴി പരിശോധന നടത്തി കുടുങ്ങില്ലെന്ന് ഉറപ്പിച്ച് പേടി മാറ്റിയാണ് ഇങ്ങോട്ടേക്ക് തന്നെ പോരുന്നത്. ഇത് ആരോ ഒറ്റിയതാണ്. ഇത് ശരിവെക്കുന്നതാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ അടുത്തിടെ സ്വർണം പിടിച്ച സംഭവങ്ങളുടെ എല്ലാം സ്വഭാവം. ലഗേജ് പരിശോധിക്കുമ്പോൾ എക്സ്റേ യന്ത്രവും യാത്രക്കാരൻ കസ്റ്റംസ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോഹ പരിശോധന കവാടവും നൽകുന്ന സൂചനകൾ സ്വർണം പിടികൂടാൻ സഹായിക്കാറുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലാണ് ഇൻഫോമർ നൽകുന്ന രഹസ്യവിവരം. എയർ കസ്റ്റംസിലെയും DRIയിലെയും പ്രിവെന്റീവ് കസ്റ്റംസിലെയും ഉദ്യോഗസ്ഥർ അടുത്ത കാലത്ത് പിടികൂടിയതിൽ ഏറെയും ചോർന്നു കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. കള്ളക്കടത്ത് പിടികൂടാൻ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയെടുത്ത ചാരന്മാർ മുതൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ അഭിപ്രായ വ്യത്യാസം മൂലമുണ്ടാകുന്ന ഒറ്റുകാർ വരെ കടത്തുവിവരം കൈമാറുന്നുമുണ്ട്. ഈ ചാരപ്പണി സ്വർണ്ണക്കടത്തുകാർക്ക് പലപ്പോഴും തലവേദന മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരുടെ ഉറക്കം കെടുത്തുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം വിമാനത്താവളത്തിന് പുറത്തു നിൽക്കുന്ന ഗുണ്ടാ സംഘങ്ങളാണ് പലപ്പോഴും വിവരം കൈമാറുന്നത്. കസ്റ്റംസിന്റെയും മറ്റും പരിശോധന കഴിഞ്ഞ് സുരക്ഷിതമായി പുറത്തെത്തുന്ന സ്വർണം ഗുണ്ടാ സംഘം തട്ടിയെടുക്കും. ഏതെങ്കിലും അന്വേഷണ ഏജൻസിയാണ് സ്വർണം പിടികൂടിയതെങ്കിൽ പിഴ അടച്ചും നടപടികൾ തീർത്തും സ്വർണം വീണ്ടെടുക്കാനാകും. സ്വർണ്ണക്കടത്ത് മൂലം കാര്യമായ ലാഭമുണ്ടായില്ലെങ്കിലും നഷ്ടം കുറയും. എന്നാൽ വിമാനത്താവളത്തിന് പുറത്തെ കള്ളക്കടത്ത് സംഘങ്ങൾ സ്വർണം തട്ടിക്കൊണ്ടുപോയാൽ നഷ്ടം ഭീമമാകും. അതോടെ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ അവരുടെ ഗുണ്ടാപ്പണിക്കിറങ്ങുകയാണെന്ന് പോലീസ്. ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങൾക്കിടയിൽ ജീവന് വേണ്ടി ഓടിത്തളർന്ന കാരിയറായ യാത്രക്കാരൻ മാസങ്ങൾക്ക് മുമ്പ് രക്ഷ തേടിയെത്തിയത് മാധ്യമ സ്ഥാപനത്തിലാണ്. കേസെടുത്ത പോലീസ് ഈ യാത്രക്കാരനിൽ നിന്ന് സ്വർണം തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പിടികൂടുകയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടി എടവണപ്പാറ റോഡിൽ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചു എന്ന പരാതിയാണ് പിന്നീട് സ്വർണം തട്ടിക്കൊണ്ടുപോകൽ കഥയുടെ ചുരുളഴിച്ചത്. കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചു കൊണ്ടുപോയത് കോഴിക്കോട് വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന 2.5 കിലോഗ്രാം സ്വർണമായിരുന്നുവെന്ന് പോലീസ്. ആ കേസിൽ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. എയർ കസ്റ്റംസ്, DRI, പ്രിവെന്റീവ് കസ്റ്റംസ് തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ സ്വർണ്ണക്കടത്ത് തടയാൻ വിരിച്ച വലയിൽ പല വമ്പൻ സ്രാവുകളും കുടുങ്ങുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പോലീസിലെത്തുന്ന പരാതികളേറെയും. അനധികൃത സ്വർണത്തിനായുള്ള പിടിച്ചുപറിക്കാർ കൂടിയത് വിമാനത്താവളത്തിലെ വീഴ്ചകളുടെ ഭാഗമാണ്. പോലീസ് അന്വേഷിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ മാത്രമാണ്. അനധികൃത സ്വർണത്തിന്റെ ഒഴുക്ക് തടയേണ്ടത് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളാണ്. സ്വർണ്ണക്കടത്തിന് ചുറ്റിപ്പറ്റി കേസുകൾ കൂടിയതോടെ പോലീസിന്റെ പ്രധാന പരിശോധന വിമാനത്താവളത്തിലെ ടോൾ ബൂത്ത് കേന്ദ്രീകരിച്ചാണ്. ഡ്രൈവർമാരുടെ ചിത്രങ്ങൾ സഹിതം വാഹനത്തിലെ സകല വിവരങ്ങളും നൽകുന്ന പല ടോൾ ബൂത്തുകളും കണ്ടിട്ടുള്ള പോലീസുകാർക്ക് കോഴിക്കോട് വിമാനത്താവളം കവാടത്തിലുള്ള മനോഹരമായ ടോൾ ബൂത്ത് ഒരു അത്ഭുതമാണ്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിന് പോലും അതുവഴി കടന്നു പോകാം. ഡ്രൈവറുടെ ചിത്രങ്ങൾ പതിയാൻ ക്യാമറകളില്ല. മുറിച്ചു കൊടുക്കുന്ന ടോക്കണിൽ വാഹനത്തിന് നമ്പർ പോലും ഉണ്ടാകില്ല. പിന്നെയുള്ളത് സാധാരണ CCTV ക്യാമറകൾ മാത്രം. അതിലെ ദൃശ്യങ്ങൾക്ക് പുറമെ വിമാനത്താവളം റോഡിലും ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുള്ള ദൃശ്യങ്ങളും ശേഖരിക്കും. അവ ഒത്തുനോക്കി വാഹനത്തിന് പുറകിൽ വല്ല സ്റ്റിക്കറോ എഴുത്തോ തുമ്പായി കണ്ടെത്തി പിന്തുടരും. ഒടുവിൽ ആളെക്കുറിച്ച് ചില സംശയങ്ങൾ ലഭിക്കുമ്പോഴേക്കും അതേ യാത്രക്കാരൻ അതേ ടോൾ ബൂത്ത് വഴി അകത്ത് കടന്ന് വിദേശത്തെത്തിയിട്ടുണ്ടാകും. ഡ്രൈവറുടെ ചിത്രം സഹിതം ലഭിക്കുന്ന മികച്ച സുരക്ഷാ സംവിധാനം ടോൾ ബൂത്തിൽ ഒരുക്കിയാൽ പല കേസുകൾക്കും ഉടൻ തുമ്പുണ്ടാകുമെന്നും പോലീസ് പറയുന്നു. കരിപ്പൂരിൽ നിന്ന് ഓട്ടോ വിളിച്ചു വരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ കൊള്ളയടിച്ചെന്ന 3 യാത്രക്കാരുടെ പരാതികളാണ് അടുത്തിടെ കൊണ്ടോട്ടിയിലെയും
ഫറോക്കിലെയും പോലീസിന് ലഭിച്ചത്. ആദ്യം ഒരു വാഹനമെത്തി ഓട്ടോ തടഞ്ഞു നിർത്തും, പിന്നാലെ എത്തിയ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകും. കടത്തിക്കൊണ്ടുവന്ന അനധികൃത സ്വർണമാണ് ഇവരുടെ ലക്ഷ്യം. മിശ്രിത രൂപത്തിലാക്കി രഹസ്യപാകത്തൊളിപ്പിച്ചാണ് പല കടത്തും എന്നതിനാൽ യാത്രക്കാരെ ഒഴിഞ്ഞ സ്ഥലത്തെത്തിച്ചു മർദ്ദിച്ചു. സ്വർണമില്ല എന്നുറപ്പാക്കിയപ്പോൾ 3 യാത്രക്കാരുടെയും കയ്യിലുള്ളത് കവർന്നു. ഒരാളുടെ ATM കാർഡ് തട്ടിയെടുത്ത് നമ്പർ ചോദിച്ച് ഫറൂഖ് ചാലിയത്തെ ATM കൗണ്ടറിൽ നിന്ന് 23,000 രൂപയും തട്ടി. മൂവരെയും വഴിയിൽ ഉപേക്ഷിച്ചപ്പോൾ തിരിച്ചു നൽകിയത് വീട്ടിലെത്താനുള്ള വണ്ടിക്കൂലി മാത്രമായിരുന്നു. ഇങ്ങനെ പലവിധ പണികളാണ് വിദേശത്തു നിന്നും എത്തുന്ന യാത്രക്കാരെ കാത്തിരിക്കുന്നത്. ചിലപ്പോൾ പെടുന്നത് ഒന്നും അറിയാത്ത സാധാരണക്കാർ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.